Hey guys, what's up? So South Boy here. നമ്മൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഡയറക്റ്റഡ് ബൈ GVM. നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ ഡയറക്റ്റ് ചെയ്ത മലയാള മൂവി മമ്മൂട്ടിയെ വെച്ച് വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ നിങ്ങൾ പോയി കാണുവാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളൊരു മൂവി ആയിരിക്കാം എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ടൊരു മൂവിയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. വലിയ അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, ജസ്റ്റ് ഒരു ഓക്കെ മൂവി, ഗുഡ് മൂവി, അത്രയേ ഉള്ളൂ. പിന്നെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ വെച്ച് ചെയ്യുന്ന പടം മമ്മൂട്ടിയല്ല വേറെ ഏതൊരു നടനടിച്ച് അഭിനയിക്കുകയാണെങ്കിൽ മേ ബി അത് കണക്റ്റ് ആവാവുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ മമ്മൂട്ടി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങുമാണ്, പിന്നെ പടത്തിന് കൂടുതൽ കളക്ഷനും കിട്ടും. പിന്നെ ഗോകുൽ സുരേഷിൻ്റെ കാസ്റ്റാണ് നൈസായിട്ടുള്ള ഒരു കാസ്റ്റ്. ഈ പടത്തിൽ നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല പോലെ ആ റോള് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് നമുക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ട് കൊണ്ടുപോകും. ഫണ്ണി എലിമെൻറ്റ്സ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പിന്നെ അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ സിനിമോട്ടോഗ്രാഫി ഒക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും അടിപൊളി സെക്കൻഡ് ഹാഫ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ഒക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവസാനമൊക്കെ അത് നല്ലപോലെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വാവ് എന്ന് പറയാൻ പറ്റിയൊന്ന് ഒരു കഥയോ എന്നൊന്നുമില്ല ഈ ഒരു പടത്തിൽ. ഓക്കെയാണ്. വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. പോലീസായിട്ട് ഇരുന്ന ഒരാൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് കൊച്ചു കേസ് അന്വേഷണങ്ങൾ ഇങ്ങനെ ചെയ്ത് പോയിട്ട് ലാസ്റ്റിൽ ഒരു പേഴ്സ്, കളഞ്ഞു പോയൊരു പേഴ്സിൻ്റെ ഉടമയെ തപ്പിയിട്ട് അതൊരു വലിയ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവിയാണ് നമ്മുടെ ഡൊമിനിക്. പിന്നെ മമ്മൂട്ടിയുടെയും ഗോകുൽ സുരേഷിൻ്റെ രണ്ടുപേരുടെയും പറയുകയാണെങ്കിൽ രണ്ടുപേരുടെയും ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട്. രണ്ടുപേരും നൈസായിട്ട്. ഗോകുൽ സുരേഷിൻ്റെ ഒക്കെ ആണെങ്കിൽ ജയിലിലൊക്കെ പോകുന്ന സീനുണ്ട്. ആദ്യമായിട്ട് ജയിലിൽ പോയി കിടക്കാൻ പോകുന്നതിൻ്റെ ഡയലോഗ് പറഞ്ഞ് പോകുന്നൊരു സീനുണ്ട്. അതൊക്കെ നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയേക്കാളും കൂടുതൽ സ്കോർ ചെയ്യുന്ന ആ സമയത്തൊക്കെ ഗോകുൽ സുരേഷാണ്. അവസാനമാണ് പിന്നെയും ഒരു ത്രില്ലടിപ്പിക്കുന്ന കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ട് ഈ ഒരു പടത്തിൽ. ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് മൂവി. എനിക്ക് തോന്നിയ അഭിപ്രായമാണ്. ചിലപ്പോൾ എല്ലാവർക്കും വേറെ അഭിപ്രായങ്ങളായിരിക്കാം. നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളുടെയായിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് പോയി പടം കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല ഗൈസ്. പടം ഇച്ചിരിയും കൂടെ സ്ക്രിപ്റ്റ് ബെറ്റർ ആവായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.